കേരളത്തിലാണ് ആരുള്ളത്? അവൻ്റെ കമ്മികള് ഓരോ സ്മോക്ക്ഡ് ഫുഡ്സേ കഴിക്കുള്ളൂ. സ്മോക്ക്ഡ് ഫുഡ്സ് ഉറപ്പാണ് ഡയറക്റ്റ് തീനാളം വരുന്നത്, ക്യാൻസർ ഉണ്ടാക്കും. ഷവർമ കഴിക്കരുത്, കുട്ടിങ്ങിയാൽ ഇത്ര വെച്ചോളൂ. അതായത് സ്മോക്ക്ഡ് ഫുഡ്സിൽ പെട്ടതാണത്. നേരിട്ട് തീ വരുന്ന സാധനമാണ്, ആപത്തുണ്ടാക്കും. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് മാത്രം? അള്ളാഹു നിന്റെ കൂടെയുള്ളത് കൊണ്ട് മാത്രം. നാട്ടുകാരൊക്കെ തന്നെ ചീത്തറിഞ്ഞു. ഒരു ഇമ്പട്ടോൻ ഞങ്ങൾ പൈസ വാങ്ങി മുങ്ങാൻ ഒരുങ്ങി ഇറക്കാൻ ഈ മുങ്ങിയതുമില്ല. എല്ലാവരും ചീത്തറും. അവിടെയൊക്കെ ഈ മിണ്ടിയില്ല. കാരണം നിനക്ക് മിണ്ടാനൊന്നുമില്ല. അവിടെ എന്ത് ചെയ്തു? ക്ഷമിച്ചു. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് ആര്? എന്തുകൊണ്ടാണ്? അള്ളാഹു നിന്റെ കൂടെയുണ്ട്. ക്ഷമിക്കണം. അപ്പൊ ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവന്റെ കൂടെ ആരുണ്ട്? അല്ലാഹ്. ഇതിന് പറഞ്ഞ പാഠം എന്താണ്? എന്തിനു ബേജാറാവണത്? സയ്യിദുനാ മൂസ 136 വട്ടാണ് ആ മഹാന്റെ പേര് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യന്റെ വിജ്ഞാനം, സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ വിജ്ഞാനം ഖദറിന്റെ വിജ്ഞാനവും ചേർത്താൽ പോലും എത്രയേ ഉള്ളൂ? ആ അടക്കാക്കിളിയുടെ കൊമ്പിലുള്ള ജലസ്പർശം മാത്രമാണെന്ന് സയ്യിദുനാ ഖദർ പറഞ്ഞു. മൂസ, അപ്പോൾ മൂസ കരഞ്ഞുപോയി. കാരണം എന്താണെന്നറിയോ? അഅലമുൽ ഖൗമി, ഇപ്പോൾ ഏറ്റവും വലിയ ജ്ഞാനി ഞാനാണെന്ന് ഒരിക്കൽ ചിന്തിക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട്. ആര്? സയ്യിദുനാ മൂസ. ഇതാണ് കാരണം. ഞാൻ നിങ്ങൾക്ക് ക്ഷമിക്കുക. ക്ഷമ എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഗുണമാണ്. ഞാനൊരു ആയത്ത് ഓതിത്തരാം. ആ ആയത്ത് മറക്കരുത്. നഹലിലെ അവസാനത്തെ ആയത്ത്. ഇതൊരു വല്ലാത്ത ആയത്താണ്, മറക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ ഒരു കാലത്തും ഈ ആയത്ത് മറക്കരുത്. നഹലിലെ അവസാനത്തെ ആയത്ത്. 127, 128. 127, 128 നഹല് 127, 128 നോക്കൂ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്ബിർ വമാ സബ്റുക ഇല്ലാ ബില്ലാഹ് ولا تحزن عليهم ولا تك في ضيق مما يمكرون إن الله مع الذين اتقوا والذين هم محسنون. കഴിഞ്ഞു. നഹൽ അവസാനിച്ചു. നഹലിലെ 128 ആയത്തെ നഹലിലുള്ളൂ. 127, 128. എൻ്റെ കൂടെ ഇല്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? നഹലിലെ അവസാനത്തെ 2 ആയത്ത് നോക്കി. ഇത് മറക്കരുത്. വളരെ ഇൻ്റലിജൻ്റായി നിങ്ങൾ ഈ ആയത്തിൽ എപ്പോഴും ശ്രദ്ധിക്കണം. ഇത് മറക്കരുത്. വസ്ബിർ, നീ ക്ഷമിക്കണം. വമാ സബൂറുക ഇല്ലാ ബില്ലാഹ്, നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് അള്ളാഹു നിന്നെ സഹായിക്കുന്നത് കൊണ്ട് മാത്രമാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ചിലർക്ക് ക്ഷമിക്കാൻ കഴിയൂല, അവർ ആത്മഹത്യ ചെയ്യും. ഭയങ്കര പ്രതിസന്ധി ഉണ്ടാവും. പക്ഷെ നീ അവിടെ എന്ത് ചെയ്യണം? ക്ഷമിക്കുമ്പോഴൊക്കെ നീ എന്ത് വിചാരിക്കണം? നിന്റെ കൂടെ ആരുണ്ട്? അള്ളാഹു ഇല്ലെങ്കിൽ നിനക്ക് ക്ഷമിക്കാനേ കഴിയൂല. വസ്ബിർ, നീ ക്ഷമിക്കണം. വമാ സബ്റുക, നിന്റെ ക്ഷമയല്ല ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെയല്ല. അപ്പം നിനക്ക് ക്ഷമിക്കാൻ കഴിയും. പ്രതിസന്ധികൾ ഉണ്ടാകും. പ്രതിസന്ധികൾ ഉണ്ടാവണമല്ലോ. പ്രതിസന്ധികൾ ഉണ്ടാകണം. ഉദാഹരണം പറയാം, കഞ്ഞി കുടിക്കണം. കഞ്ഞി കുടിക്കണമെങ്കിൽ എന്ത് വേണം? കഞ്ഞി തിളപ്പിക്കണം, അരി തിളപ്പിക്കണം. തിളപ്പിക്കൽ എന്തുകൊണ്ടാണ്? തീയുണ്ട്. തീ എന്ന് പറഞ്ഞ സാധനം ചെറുതാണോ? തീ ഒരല്പം മുന്നോട്ട് പോയാൽ പുര കത്തും, അടുത്ത വിരൽ കത്തും. തള മുഖത്തേക്ക് തെറിച്ചാൽ പുതമണവാട്ടിയുടെ സൗന്ദര്യം പോവും. ഒന്ന് തള അങ്ങോട്ട് തെറിച്ചാൽ മതി, കഴിഞ്ഞു എൻ്റെ സൗന്ദര്യം. ആകെ സൗന്ദര്യം കൊണ്ടാണ് പെണ്ണുങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഒരു തള കയറിയ കഴിഞ്ഞ്. തലേന്ന് രാത്രി വരെ മരിക്കണ വരെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞ പുതിയാപ്പിള പിന്നെ അത് അങ്ങനെ അത്ര ഊക്കിൽ പറയില്ല. അങ്ങനെ ബേജാറാവൊന്നും വേണ്ടെന്നേ പറയുള്ളൂ. അതുകൊണ്ടൊന്നിപ്പോ ഞാൻ അങ്ങനെ കെട്ടാന്ന് പോണിച്ച് ബേജാറാണ്ടെന്നറിയും. പക്ഷെ തലേന്ന് രാത്രി പറഞ്ഞാൽ അങ്ങനെയല്ല. ഞാൻ എൻ്റെ ജീവൻ പോണ വരെ പിറ്റേന്ന് കഞ്ഞിന്റെ തളനിട്ട് കയറി മുഖമൊക്കെ കരിവാൾച്ചു കഴിഞ്ഞു. പിന്നെ അവിടെ എന്താ പറയാ, ഔഷധപ്പാത്തി കിടന്നു. കഴിഞ്ഞു, അവളെ കഥ കഴിഞ്ഞു. ഇനി അവൾക്ക് 10 കൊല്ലം 12 കൊല്ലം കല ഉണ്ടാവും. ആകെ മുഖത്തെ ഈ സൗന്ദര്യം കൊണ്ടാണല്ലോ കഴിഞ്ഞോള്. കഴിഞ്ഞു. ഇതാണല്ലോ കഞ്ഞി. അപ്പൊ ഈ കഞ്ഞി ഒരു പ്രതിസന്ധിയാണോ? അല്ലേ?
ഈ പ്രതിസന്ധി ഉണ്ടായാലേ വിശപ്പ് മാറ്റാൻ പറ്റുള്ളൂ. ചോറ് ആണോ അല്ലേ? പറയട കുട്ടി, ആണോ അല്ലേ? മന്തി, ഒരു മന്തിക്കട കാണാൻ വേണ്ടി ഒരു സംഘം ഇവിടെ ഉണ്ടാവും. എന്നെ കൊണ്ടുപോയി, ഞാൻ കണ്ടിട്ട് ബേജാറായി പോയി. അതായത് ഇവിടെ അടുക്കളയിലാണ് കുഴി. ഞാൻ ആലോചിച്ചോ, എന്ത് പക്ഷേ ആരെങ്കിലും അതിലേക്ക് വീണോ പൊനകടയില്ലേ? ആ മന്തിക്കട കണ്ടു വന്നതിൽ പിന്നെ എനിക്ക് വല്ലാത്ത ബേജാറും ആദ്യമായി. അള്ളാഹ് ഒന്ന് കാലടറിയാലോ. പക്ഷെ അപ്പൊ അത്രയും വലിയൊരു പ്രതിസന്ധി അവിടെ അടുക്കളയിലുണ്ട്. എന്നാലേ അവിടെ എന്തുണ്ടാവുള്ളൂ? ഔദു ബില്ലാ. ആ ഹോട്ടലിൽ മന്തി ഉണ്ടാകണമെങ്കിൽ അവിടെ കുഴി വേണടാ. അമേരിക്കയിൽ കുഴി ഉണ്ടായാൽ മലപ്പുറത്ത് കുഴിമന്തി ഉണ്ടാവും. എവിടുന്ന് അടങ്ങളൊക്കെ വരുന്നത് മനസ്സിലുണ്ടാവില്ലല്ലോ. അപ്പൊ അവിടെ കുഴി ഉണ്ടായാലേ അവിടെ കുഴിമന്തി ഉണ്ടാവുള്ളൂ. അപ്പൊ കുഴി ഒരു പ്രതിസന്ധിയാണ്. കുഴിമന്തിയോ എല്ലാവരും തിരുപ്പടിയാണ്. തിരുപ്പതി ഉള്ളവർക്ക് അത് നമുക്ക് പിന്നെ ഒരു ക്ലാസ് പറയാം. കുഴിമന്തിന്റെ അവസാനം ഞാൻ തീർക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് പിന്നെ ഒരു പറയാം. സ്മോക്ക്ഡ് ഫുഡ്സിൽ പെട്ടതാണ് കുഴിമന്തി. കുഴിമന്തി ക്യാൻസർ ഉണ്ടാക്കും. ഓർത്തു വെച്ചോളെ, മന്തി കഴിക്കാനേ പാടില്ല. മന്തി സ്ഥിരമായി കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാവും. അള്ളാഹു കാത്തുരക്ഷപ്പെട്ടെ. അത് സ്മോക്ക്ഡ് ഫുഡ്സിൽ പെട്ടതാണ്. അത് ഭയങ്കര പ്രശ്നമാണ്. കഴിക്കാനേ പാടില്ല. പിന്നെ പറയാം, സ്ഥിരം കുഴിമന്തി കഴിക്കാൻ പാടില്ല. അതെപ്പോഴെങ്കിലുമൊക്കെ തിരക്കടില്ല. ഞാൻ പറഞ്ഞു അത് വിഷയത്തിലേക്ക് തിരിച്ചു വരി. നല്ലതല്ല. എപ്പോഴെങ്കിലും പറ്റും. സ്ഥിരമായി ഇപ്പം നമ്മളെ കുട്ടികൾക്ക് അതേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികൾ വന്നിട്ട് നമ്മളെ അലോപ്പതി ആശുപത്രികൾ ഏറ്റെടുത്തിട്ടുണ്ട് കേരളത്തിൽ. എൻ്റെ അതിൻ്റെ അടിയിലൊന്നും അമേരിക്കൻ്റെയും കോഴിക്കോടിൻ്റെ അടിയിൽ വേറെ ഭൂമിയൊന്നുമില്ലേ? എന്ത് ഇവിടെയാണ് അന്തംഗമ്യമുള്ളത്. നിങ്ങളെന്താ മനസ്സിലായില്ല? കേരളത്തിൽ അല്ലേ ഡോക്ടറെ? കേരളത്തിലാണ് ആരുള്ളത്? അന്തംഗമ്യകൾ. ഓൾ സ്മോക്ക്ഡ് ഫുഡ്സേ കഴിക്കുള്ളൂ. സ്മോക്ക്ഡ് ഫുഡ്സ് ഉറപ്പാണ്. ഡയറക്റ്റ് തീനാളം വരുന്നത് ക്യാൻസർ ഉണ്ടാക്കും. ഷവർമ്മ കഴിക്കരുത്. കുട്ടിങ്ങിയാൽ ഇത്രേ പറ്റുള്ളൂ. അതായത് സ്മോക്ക്ഡ് ഫുഡ്സിൽ പെട്ടതാണത്. നേരിട്ട് തീ വരുന്ന സാധനമാണ്, ആപത്തുണ്ടാക്കും. ഒക്കെ ഇനി ബലും കൂടി എനിക്കാണ് എതിരായ മൊത്തത്തിലൊക്കെ എതിരായി. ഇപ്പൊ മൂല്യന്മാരെതിരാണ്, ഹോട്ടലുകാരെതിരായ നമ്മളെ ഓഫീസ് പൂട്ടുക. എന്നാലും പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ സൗകര്യം ഉണ്ടെങ്കിൽ വന്നാൽ മതി. അത് ഞാൻ തിരിച്ചു വരും. അപ്പൊ ഈ കുഴി എവിടെയോ ഉണ്ടായിട്ട് കാര്യമില്ല. കൊയിലാണ്ടി കുഴി ഉണ്ടായി, കോഴിക്കോട് കുഴിമന്തി ഉണ്ടാവും. അപ്പൊ ആ അടുക്കളയിൽ തന്നെ കുഴി ഉണ്ടാവും. അത് പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധിയാണ് അവരെ ലാഭം. അപ്പൊ ഭയങ്കര സൂക്ഷിക്കണം. ഏതൊരവസ്ഥയിലും പ്രതിസന്ധി ഉണ്ടാവും. ആ പ്രതിസന്ധി ഉണ്ടാവും. ഭയങ്കര കരുതൽ വേണം, ക്ഷമയും വേണം. എല്ലായിടത്തും പാഞ്ഞിറക്കും പോലെ, മനസ്സിലായില്ലേ? അടുപ്പുള്ളവർക്ക് പാഞ്ഞിറക്കാൻ പറ്റൂല. മനസ്സിലായില്ലേ? ചിന്തിക്ക്, വളരെ തല കൊടുത്ത് ചിന്തിക്ക്. അപ്പോൾ വസ്ബിർ, നോക്ക് വസ്ബിർ, നീ ക്ഷമിക്കുക. വമാ സബ്റുക, നിന്റെ ക്ഷമയല്ല ഇല്ല ബില്ലാ, അള്ളാഹുവിനെ കൊണ്ടല്ലാതെയല്ല. അപ്പൊ എന്തായി അർത്ഥം? നീ ക്ഷമിക്കുന്നത് ആരെ സഹായം കൊണ്ട് മാത്രം? ഇതിനല്ലാത്തൊരു അർത്ഥമില്ലല്ലോ. ഒറ്റ അർത്ഥമേയുള്ളൂ. അപ്പൊ ഒരാൾക്ക് ക്ഷമിക്കാൻ അള്ളാഹു പറയുമ്പോൾ എന്തുണ്ടാവും? ഈ ലോകത്തിന്റെ നിലനിൽപ്പിൽപ്പെട്ടതാണ് പ്രതിസന്ധികൾ. പ്രതിസന്ധി ഇല്ലെങ്കിൽ എന്തുണ്ടാവില്ല? പ്രതിസന്ധി ജീവിതത്തിന് ഊർജ്ജം ഉണ്ടാവില്ല. എന്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം സ്വർഗ്ഗമാണ്. എൻ്റെ ജീവിതത്തിലേക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനത് വഹീനെ മാത്രം ആശ്രയിക്കണം. എനിക്ക് മനസ്സിലാവണേ ഇല്ല സ്വർഗം. എനിക്കെൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യം സ്വർഗ്ഗമാണ്. നരകം മനസ്സിലാക്കാനുണ്ട്, സ്വർഗം മനസ്സിലാക്കാൻ എനിക്ക് കഴിയണേ ഇല്ല. എനിക്ക് മനസ്സിലാവണേ ഇല്ല. എന്തോ ആണ്, അല്ലാഹു അഅലം. അങ്ങനെയാണ്. പക്ഷെ എനിക്കറിയില്ല, എനിക്ക് വിവരമില്ലല്ലോ എന്ന് ഞാൻ ഉറപ്പിക്കും. എനിക്ക് സ്വർഗം ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ സ്വർഗത്തിനെ പറ്റി വാർത്ത പറഞ്ഞിട്ട് എത്ര 10-20 കൊല്ലായില്ലേ? 15 കൊല്ലം എന്തല്ലോ. എന്തുകൊണ്ട് എനിക്കത് അറിയില്ല? അറിയാതെ ഞാൻ അതിനെ പറ്റി പറയുന്നത്. സ്വർഗം ചോദിക്കും, റബ്ബേ എനിക്ക് സ്വർഗം തരണേ. അത് ഇന്നലെയും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ എന്താണ് എനിക്കറിയില്ല. നമ്മൾ കണ്ട ജീവിതത്തിൽ പ്രതിസന്ധികളാണ് ഊർജത്തിൻ്റെ അടിസ്ഥാനം. പ്രതിസന്ധികളില്ലാത്ത ലോകമാണ് എന്ത്? സ്വർഗം. അപ്പം അവിടെ ഊർജത്തിൻ്റെ അടിസ്ഥാനം എന്ത്? എനിക്കറിയില്ല. ദാഹമാണ് വെള്ളത്തിലേക്ക് നിന്റെ അനുഭവവേദ്യമാക്കുന്നത്. ദാഹമാണ്. ദാഹം ഇല്ലെങ്കിൽ വെള്ളത്തിന് വിലയില്ല. ആ വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹം ഉണ്ടാവില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എനിക്ക് തെറ്റുപറ്റിയതാണ്, അള്ളാഹ്ക്കല്ല. എനിക്കെന്തോ തെറ്റുപറ്റിയിട്ടുണ്ട്. ദാഹം ഉണ്ടാവലാണ് നന്മ.
അതല്ലാതിരിക്കലല്ല. അപ്പം ഞാൻ വിചാരിച്ച അല്ലാത് അതെന്തോ ആണ്, അള്ളാഹു എനിക്കറിയില്ല, നിങ്ങൾ എൻ്റെ കൂടെ ഇല്ല. ഞാൻ അള്ളാഹു പറഞ്ഞ ഒക്കെ ശരിയാണ്, ഞാൻ മനസ്സിലാക്കിയത് ഒക്കെ തെറ്റുമാണ്. കാരണം എനിക്ക് വിവരമില്ലല്ലോ, എന്താണ് പറഞ്ഞത് എനിക്കറിയില്ല. മനസ്സിലാവില്ല. നിങ്ങൾ തിരിച്ച് അറിയാം, നമുക്കറിയില്ല. എന്തുകൊണ്ട് സ്വഹാബികളോട് പറയുമ്പോൾ നമ്മളെ അവസ്ഥ എന്താ? ഖദറും മൂസായും അലൈഹിമസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യുന്ന കപ്പലിന്റെ ഒരു കൊമ്പിൽ ഒരു ചെറിയ ഒരു ചെറിയ കടൽക്കിളി വന്നിരുന്നു. എന്നിട്ടത് സമുദ്രത്തിൽ നിന്ന് ഒരു കുത്തി. പിന്നെ പിന്നെ അവിടെ തിരിച്ചു വന്നിരുന്നു. അപ്പോൾ ഖദർ മൂസയോട് പറഞ്ഞു, താങ്കൾ ആ പക്ഷിയിലേക്കും അതിന്റെ ചെറിയ കൊക്കിലേക്കും ഈ സമുദ്രത്തിലേക്കും ഒന്ന് മാറി മാറി നോക്ക്. ഈ സമുദ്രത്തിൽ നിന്ന് ആ അടക്കാക്കിളിയുടെ കൊക്കിൽ വന്ന വെള്ളത്തിന്റെ സ്പർശം മാത്രമാണ് നിന്റെയും എന്റെയും അറിവ്, അള്ളാഹുവിന്റെ അറിവ് ഈ ബഹറാണ്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഇൽമിനൊരു ഉപമ ഞാൻ എൻ്റെ ആയുസ് കേട്ടിട്ടില്ല. മനസ്സിലാവുണ്ട് പറഞ്ഞത്? അള്ളാഹുവിന്റെ ഇൽമാവുന്ന ബഹറിൽ നിന്ന് മൂസായുടെയും ഖദറിന്റെയും കയ്യിൽ എന്തേ ഉള്ളൂ? ഒരു ചെറിയ അടക്കാക്കിളിയുടെ കൊമ്പിൽ വന്ന ജലം എന്നും പറഞ്ഞുകൊണ്ട് ജലസ്പർശം എന്ന് പറയാം. ഒരു ജലസ്പർശം മാത്രമാണ് ആരുടെ ഇൽമ്? മൂസായുടെ ഇൽമ. ആരാ മൂസ? സാലിസുൽ ബശരി ശറഫൻ വഫളൻ. ഈ ഭൗമമണ്ഡലം കണ്ടതിൽ മൂന്നാമത്തെ ജ്ഞാനിയാണ് സയ്യിദുനാ മൂസ. 136 മറ ذكر اسمه في القرآن 136 മറ. എത്ര വട്ടം ഖുർആൻ അവരുടെ പേര് പറഞ്ഞത്? 136. എത്ര വട്ടം? 136 വട്ടം ഖുർആൻ പറഞ്ഞ ജ്ഞാനിയാണ് ആര്? സയ്യിദുനാ മൂസ. 136 വട്ടാണ് ആ മഹാന്റെ പേര് ഖുർആൻ പറഞ്ഞത്. അങ്ങനെയുള്ള മനുഷ്യന്റെ വിജ്ഞാനം, സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യന്റെ വിജ്ഞാനം ഖദറിന്റെ വിജ്ഞാനവും ചേർത്താൽ പോലും എത്രയേ ഉള്ളൂ? ആ അടക്കാക്കിളിയുടെ കൊമ്പിലുള്ള ജലസ്പർശം മാത്രമാണെന്ന് സയ്യിദുനാ ഖദർ പറഞ്ഞു. മൂസ. അപ്പോൾ മൂസ കരഞ്ഞുപോയി. കാരണം എന്താണെന്നറിയോ? ആലമുൽ ഖൗമി, ഇപ്പോൾ ഏറ്റവും വലിയ ജ്ഞാനി ഞാനാണെന്ന് ഒരിക്കൽ ചിന്തിക്കാതെ പറഞ്ഞു പോയിട്ടുണ്ട് ആര്? സയ്യിദുനാ മൂസ. ഇതാണ് കാരണം. പറഞ്ഞുപോയി. മനഅലമുൽ ഖൗം, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ആരാണെന്ന് ഒരിക്കൽ മൂസ നബിയോട് ഒരാൾ ചോദിച്ചു. അപ്പോൾ ഫഖാല അന, ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ പണ്ഡിതൻ ഞാനാണെന്ന് മൂസ നബി പറഞ്ഞു പോയി. ഫസബഖ ലിസാനു, നാവ് അങ്ങനെ വന്നുപോയി. അതിനാ കരഞ്ഞ്. അതിനാണ് ഈ പരീക്ഷണം. മനസ്സിലാവുണ്ട്? നിങ്ങൾ ചിന്തിക്കുക. അപ്പം നമുക്കൊന്നും അറിയില്ലല്ലോ, ഒന്നും അറിയില്ല. എനിക്കൊന്നും അറിയില്ല. അപ്പം സ്വർഗത്തിനെ പറ്റി എനിക്കൊന്നും അറിയേയില്ല. എന്നോട് സ്വർഗത്തിനെ പറ്റി വയൽ അറിയാൻ വേണ്ടി കാര്യമില്ല. എനിക്കതിനെ അറിയില്ല. പണ്ടറിഞ്ഞിരുന്നു, അന്ന് വയൽ പറഞ്ഞിരുന്നു, പിന്നെ അറിവ് നഷ്ടപ്പെട്ടു പോയി. ഇപ്പം പറയാൻ പറ്റൂല. എനിക്കതിനെ പറ്റി അറിയില്ല. പലരും എന്നോട് സ്വർഗത്തിനെ പറ്റി വയൽ അറിയുന്നതാണ്. ഞാൻ തിരിഞ്ഞളിച്ചാണ്ട് എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് പോലും ഞാൻ പറയില്ല, എനിക്കറിയില്ല. എനിക്ക് സ്വർഗം തന്നെ അറിയില്ല. അല്ലാഹു അഅലം. സ്വർഗല്ലേ? ഉറപ്പ്. മുഅ്മിനീങ്ങൾക്ക് സ്വർഗല്ലേ? ഉണ്ട്. നമ്മൾ വിചാരിച്ചാവൂല. സ്വർഗത്തിനെ പറ്റി പറഞ്ഞത് മാലാ ഐനുൻ റഅത് വലാ ഉദ്നുൻ സമഅത് വലാ ഖതറ അലാ ഖൽബി ബശരിൻ. സുബ്ഹാനല്ലാഹ്. മാലാ ഐനുൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്. വലാ ഉദ്നുൻ സമഅത്, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തത്. വലാ ഖതറ അലാ ഖൽബി ബശരിൻ, ഒരു മനുഷ്യന്റെ മനസ്സിലും രൂപപ്പെടാത്തത്. പിന്നെന്താണ്? നമ്മുടെ ചിന്തക്കപ്പുറം. ഏറ്റവും ചുരുങ്ങിയത് നമ്മളെ ചിന്തയിൽ ഏറ്റവും ചുരുങ്ങിയ നമ്മളെ ചിന്തയിൽ അത് രൂപപ്പെട്ട് വരണ്ടേ? നമുക്കതിനെ പറ്റി ഒന്നും അറിയില്ല. അപ്പൊ എന്താണ് പ്രതിസന്ധികൾ? പ്രതിസന്ധികൾ അനിവാര്യതയാണ്. പ്രതിസന്ധി ഇല്ലാത്ത ലോകത്തേക്ക് കയറിയപ്പോഴാണ് തിരിച്ചു വരുന്നത്. അത് എനിക്കറിയൂല. അവിടെ എന്റെ റബ്ബ് എന്താ ചെയ്തു തരും, എനിക്കറിയില്ല. അപ്പ ആലോചിക്കേണ്ട ആവശ്യവും ഇല്ല.
ശരിയില്ല, അനുഭവിക്കാൻ അറിയില്ല. അലമുൽ അർവാഹിൽ വെച്ച് ഇപ്പൊ നാളെ ജനിക്കണ അല്ലെങ്കിൽ അടുത്ത കൊല്ലം ജനിക്കണ 2 കുട്ടികൾ ഉമ്മാന്റെ വയറ്റിൽ എത്തിയിട്ടില്ല. അത് റൂഹ് എവിടെയുള്ളത്? ആലമുൽ അർവാഹിലാണ് സങ്കല്പിക്ക്. നിങ്ങൾ ഇവിടെ ഇല്ലേ? ഒന്ന് പറ മനുഷ്യ. 2028 ഓർ 2027 ഓർ 2030 ജനിക്കുന്ന ഇവിടെ ഈ കേരളത്തിൽ ജനിക്കേണ്ട അല്ലെങ്കിൽ ലോകത്ത് എവിടെയോ ജനിക്കേണ്ട 2 കുട്ടികൾ ഇപ്പോൾ അവരുടെ റൂഹ് എവിടെയുള്ളത്? ആലമുൽ അർവാഹിൽ. അപ്പൊ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചവന് അവസരം കൊടുത്തപ്പോ ആ അവസരം ഒരാൾ പറഞ്ഞു, എന്ത് എടാ ഇനിയിപ്പോ ഉണ്ടാകാൻ പോണ എനക്കറിയോ, നമ്മൾ ഇങ്ങനെ പോയിട്ട് പിന്നെ എന്ത് ചെയ്യത്രേ, നമ്മൾ ഇങ്ങനെ പോയിട്ട് പിന്നെ ഒരു ആണ് മനുഷ്യൻ്റെ മുതുകിലേക്ക് കയറുമത്രേ, പിന്നെ ഒരു കുഴലിലൂടെ ഒരു വേറൊരു ആളെ വയറ്റിലേക്ക് എത്തുമത്രേ, പിന്നെ അവിടെ നമ്മളിങ്ങനെ കടന്നിട്ട് വികസിക്കുമത്രേ, പിന്നെ ചെറിയ ഒരു ഓട്ടയെ കൂടെ നമ്മളൊരു 3-3.5 കിലോ ദബൂസിൻ്റെ അത്ര വലിപ്പമുള്ള നമ്മളിങ്ങോട്ട് പുറത്തൊക്കെ ഇട്ട് ചാടുമത്രേ. അപ്പോൾ നമ്മൾ കളകളാന്ന് കരയോത്രേ. അപ്പോൾ അടുത്ത പീടിക്ക് അവർ പാഞ്ഞിട്ട് ലഡു കൊണ്ടുവരുമത്രേ. പിന്നെ അവരൊക്കെ ലഡു തിന്നുമത്രേ. പിന്നെ അവർ ആശുപത്രിയിലെ ബില്ല് കണ്ട് ബോധം കിടുമത്രേ. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞൊന്ന് സങ്കല്പിക്ക്. അപ്പൊ മറ്റേ റൂഹ് എന്താ പറയാ, ഒന്ന് പോടെ എങ്ങായി നോണയും പറഞ്ഞോണ്ട് അവനത് അംഗീകരിക്കൂല. എന്തുകൊണ്ട്? അവനത് അറിയില്ല. മനുഷ്യൻ അവനെ അറിവില്ലാത്തതിന്റെ ശത്രുവാണ്. അവൻ അംഗീകരിക്കൂല. അത് തന്നെ സ്വർഗം. അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. നമ്മളെ ഈ ഒരു മനസ്സിലായി, ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്നതല്ല സ്വർഗം. മനസ്സിലായില്ലേ? അവിടെ ഒരു പ്രതിസന്ധി. അല്ലാഹുവിനെ എനിക്കറിയൂല, പക്ഷെ എന്തുകൊണ്ടത് എനിക്കറിയില്ല. എനിക്ക് സ്വർഗം എന്താന്ന് മനസ്സിലാക്കിയില്ല, മനസ്സിലാവൂല. എവിടെ എത്താതെ ഒരു മനുഷ്യന്റെ മനസ്സിലും ഇന്ന് വരെ രൂപപ്പെടാത്തെന്ന് പറഞ്ഞാൽ എങ്ങനെയോ മനസ്സിലാക്കുക? പിന്നെ രൂപപ്പെട്ടാൽ സ്വർഗമല്ലല്ലോ. നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലായോ? അപ്പൊ പ്രതിസന്ധികൾ എന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിന്റെ അനിവാര്യതയാണ്. മറ്റേതോ നമുക്കറിയില്ല. അപ്പൊ പ്രതിസന്ധിയിൽ നീ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, സൂക്ഷ്മതയും പുലർത്തണം. അടുക്കളയെ കൂടെ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ അടുക്കളയെ കൂടെ നടക്കാൻ പറ്റൂല. അടുക്കള എന്നാൽ നേരെ കയറും തീ. ഇവിടെ 2 അടുപ്പേ ഉള്ളൂ, അതിൽ 1 കത്തിക്കണുള്ളൂ. അതേസമയത്ത് അങ്ങനെ ഹോട്ടലിൽ അടുക്കളയോട് നടക്കാൻ പറ്റൂല. കാരണം അവിടെ 10-16 അടുപ്പ് ഭയങ്കര കത്ത. വൈകുന്നേരം ഇങ്ങനെ ഉച്ചയാകുമ്പോൾ ആളുകൾ തിന്നാൻ വരും. ഈ അടുക്കളയാണ് കൂടെ അതിലടക്കാൻ പറ്റൂല. പറയടോ, അങ്ങനെ തന്നെയല്ലേ? അപ്പൊ പ്രതിസന്ധി. കാരണം എന്താ? അവിടെ അത്രയും വലിയ വിഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത്രയും അവിടെ പ്രതിസന്ധി ഉണ്ടാവും. ഈ പ്രതിസന്ധിയിൽ സൂക്ഷ്മത പുലർത്തി നീ ക്ഷമിക്കണം. ക്ഷമിക്കാൻ നിനക്ക് കഴിഞ്ഞത് എന്തുകൊണ്ട്? നിന്റെ കൂടെ ആരുണ്ട്? അല്ലാഹ്. അർത്ഥം പറ, അവസാനിപ്പിക്കാണ്. അർത്ഥം പറ. വസ്ബിർ. നീ ക്ഷമിക്കണം. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നതല്ല ഇല്ല ബില്ല, അള്ളാഹുവിന്റെ സഹായം കൊണ്ടല്ലാതെയല്ല. നീ ക്ഷമിക്കുന്നത് ആരെ സഹായം കൊണ്ടാണ്? അള്ളാഹു നിന്റെ കൂടെ ഇല്ലെങ്കിൽ നിനക്ക് ക്ഷമിക്കാൻ കഴിയൂല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ഇന്നല്ലദീന തവഫാഹുമുൽ മലായികത്തു ളാലിമി അൻഫുസിഹിം. ഏതാ സൂറത്ത്? ഒരു മിനിറ്റ് കൊണ്ട് എടുക്കുക. അര മിനിറ്റ് കൊണ്ട് എടുക്ക പെട്ടെന്ന് ആയത്. എങ്ങനെ? قالوا فيما كنتم قالوا إنا كنا مستضعفين في الأرض. إن الذين توفاهم الملائكة ظالمي أنفسهم. സ്വന്തം ആത്മാവിനോട് അക്രമം ചെയ്ത് മരണപ്പെട്ടു പോയ ആളുകൾ, ആ ആളുകൾ മനസ്സിലായില്ല. അവർ പരലോകത്തെത്തുമ്പോൾ കാലു മലക്കുകൾ ഇവരെ അഭിമുഖീകരിച്ച് ചോദിക്കും, ഫീമ കുന്തും, എന്ത് വിഡ്ഢികളങ്ങൾ, എന്തെങ്ങൾക്കൊക്കെ പറ്റിയത്? മനസ്സിലായില്ല. അതായത് സ്വയം ആത്മാവിനെ ഹനിച്ചു, ആത്മാവിനോട് ദ്രോഹം ചെയ്തിട്ട് മരിച്ചുപോയി. അതായത് ഉറക്കെ പറ. ആത്മഹത്യ. അള്ളാഹു ആത്മഹത്യത്തോട് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു ആത്മഹത്യത്തോട്ട് കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആത്മഹത്യ ചെയ്ത് മരിച്ചു പോയ ആളുകൾ പരലോകത്തെത്തുമ്പോൾ മലക്കുകൾ അഭിമുഖീകരിച്ച് ചോദിക്കും, ഫീമ കുന്തും, എന്ത് പറ്റിപ്പോയി നിങ്ങൾക്ക്? കാലു,
അപ്പോൾ അവർ പറയും ഇന്നാ കുന്ന മുസ്തദ ഖാലു കുന്ന മുസ്തദഅഫീന ഫിൽ അർളി, ഞങ്ങളുടെ ഏരിയയിൽ ദുർബലരായിപ്പോയി. അതായത് ഞങ്ങൾക്ക് വീട്ടിൽ നിക്കക്കളി ഇല്ലാതായി, ഞങ്ങൾക്ക് അയൽപക്കത്ത് നിക്കക്കളി ഇല്ലാതെയായി, ഞങ്ങൾക്ക് മഹലിൽ ഒരു പരിഹാരം ഇല്ലാതെയായി, ഞങ്ങൾ ആ നാട്ടിൽ കുടുങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ കുടുംബസമേതം ആത്മഹത്യ ചെയ്തു. അപ്പുറത്തെ ബാങ്കിൽ കൊടുക്കാണ്ട് ബാങ്കർ ജപ്തിക്ക് മുമ്പ് ഞങ്ങളാണ് ആത്മഹത്യ ചെയ്തു. മനസ്സിലായില്ലേ? മാനക്കിടയല്ലേ? ഞങ്ങൾ വലിയ വലിയ കൂട്ടരായി ജീവിച്ചിട്ട് പിന്നെ ബാങ്ക് ജപ്തി പറഞ്ഞാൽ മാനക്കിടനല്ലേ? നിങ്ങൾക്ക് ഇതൊക്കെ മനുഷ്യനുണ്ടാവുടോ, മനുഷ്യനൊക്കെ സംഭവിക്കും. ഞാൻ ബാങ്ക് ജപ്തി ചെയ്യാമെന്ന് പറയല്ല, ബാങ്കിന് എടുക്കണമെന്ന് പറയല്ല, പക്ഷെ മനുഷ്യ ജീവിതത്തിൽ അതെല്ലാം ഉണ്ടാവും, ഒക്കെ മനുഷ്യനുണ്ടാവും. നിങ്ങൾ മനസ്സിലായില്ലേ? ഇന്നല്ലദീന തവഫാഹുമുൽ മലായികതു ളാലിമി അൻഫുസിഹിം. അതായത് ആത്മഹത്യ ചെയ്ത് മരിച്ചുപോയ ആളുകൾ പരലോകത്തെത്തിയാൽ മലക്കൾ ചോദിക്കും ഖാലു ഫീമ കുൻതും, നിങ്ങൾക്ക് എന്താണ് പറ്റിയത്? ഖാലു, അവർ പറയും ഇന്നാ കുന്ന മുസ്തദഅഫീന ഫിൽ അർളി. ഖാലു, അവർ പറയും കുന്ന മുസ്തദഅഫീന ഫിൽ അർളി, ഞങ്ങൾ ആ ഏരിയയിൽ ദുർബലരായിപ്പോയി. അപ്പോൾ ഖാലു, മലക്കൾ പറയും അലം തകുൻ അർളുല്ലാഹി വാസിഅ, അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമല്ലായിരുന്നു. ഫതുഹാജിറു ഫിഹാ, ഒക്കെ നാടുവിട്ട പോയായിരുന്നു. വിഡ്ഢികളെ, എന്തിനാ ആത്മഹത്യ ചെയ്ത്? ഇവിടെ എല്ലാവർക്കും കൊടുക്കാണ്ട്, ബാങ്കിൽ കടണ്ട്, ഒരു ദിവസങ്ങൾ മുങ്ങിക്കളി. നിങ്ങളും 25 കോടി ആയുസ് കൊടുക്കാനാണ്, അതിന് മാത്രം കണ്ടുണ്ട്. അപ്പൊ മലക്കൾ പറയും, അന്ന് പറയും വിഡ്ഢികളെ, അലം തകുന അർളുല്ലാഹി വാസിഅ, അല്ലാഹുവിന്റെ ഭൂമി വിശാലമായിരുന്നില്ലേ? നിങ്ങൾക്ക് അതിലൂടെ നാട് വിട്ടാ പോരായിരുന്നോ? നിങ്ങളാണ് പോയിക്കാളി. നല്ല താടിയും മീശയും തൊപ്പിയൊക്കെ ഉള്ള ബാപ്പ താടിയൊക്കെ പഠിച്ച് മീശകൾ പഠിച്ച്, മനസ്സിലായില്ലേ? ഒക്കെ നീട്ടി നേരെ പോയിക്കോ, അവിടെ പോയിക്കോ, ആന്ധ്രയിൽ പോയിക്കോ, അല്ലെങ്കിൽ എന്താ പറയാ ഈ ജയിലിൽ പോയിക്കോ, അവിടെ പോയിക്കൂട്. അലം തകുന അർളുല്ലാഹി വാസിഅ ഫതുഹാജിറു ഫീഹാ, നിങ്ങൾക്ക് നാട് വിട്ടാ പോരായിരുന്നു. പിന്നെ ഏതെങ്കിലും ഒരു കാലത്ത് കടം വീട്ടാൻ കഴിഞ്ഞാൽ വീട്ടണം, ഇല്ലെങ്കിൽ ആരെ ഏറ്റെടുക്കട്ടെ? പറ, എന്താണ് എന്റെ കുഞ്ഞ് കടക്കാരും ബേജാറാവൊന്നും വേണ്ടിട്ടാ. ഇത് പറഞ്ഞോടുകൂടെ ആരും ബേജാറാണ്ട, മനസ്സിലായില്ലേ? നമ്മളെ കടക്കാർ നാട് വിട്ടു പോകുന്നു, നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. പക്ഷെ അതും ഒരു ഓപ്ഷനാണ്. എന്തിനേക്കാൾ നല്ല ഓപ്ഷൻ അവിടെ പറ. പിന്നെ ഇത് കള്ളുടിക്കാൻ വാങ്ങിയ കടാണ്, ആയിക്കോട്ടെ, മനുഷ്യൻ കള്ളുടിക്കൂല, കടം വരൂല, എന്നാലും പരിഹാരം വേണ്ട. കള്ളു കുടിക്കോട് കൂടെ എന്റെ പരിഹാരം അവസാനിക്കാൻ പാടുന്നു. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നിങ്ങൾ ഈ ജാതി ബഹള് പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചിട്ടില്ലായിരുന്നു. എടാ, കള്ള് കുടിക്കാണ്ടാക്കണല്ലേ? കള്ള് എന്തിനാ ഉണ്ടാക്കണത്? അപ്പം മനുഷ്യന്മാരെന്ത് ചെയ്യും? കള്ളുടിക്കും. നിങ്ങൾ കുടിക്കാൻ പറയല്ലേ എങ്ങായി? അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. കള്ള് കുടിച്ചാൽ കടം വരാം. കള്ള് കുടിച്ച് ഒരാൾക്ക് കടം വന്നൂടെ? വ്യഭിചരിച്ച് കടം വന്നൂടെ? അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. ആ മനുഷ്യൻ ഒരു ദിവസം അല്ലാഹുവിലേക്ക് മടങ്ങിക്കൂടെ? മടങ്ങിയാലും അയമോട്ടി വിടൂല, കോപ്പറേറ്റീവ് ബാങ്ക് വിടൂല, പഞ്ചാബ് നാഷണൽ ബാങ്ക് വിടൂല, കാനറ വിടൂല. പിന്നെ അവിടെ എന്താ ഇയാള്? മുങ്ങ. അലം തകുന അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ, നാടുവിട്ടു. അത് കിംഗ്ഫിഷറിന്റെ മുതലാളിക്ക് മാത്രമല്ലല്ലോ, എനിക്ക് പറ്റൂല. മനസ്സിലായില്ല? ഞാൻ നാട് വിടാൻ വേണ്ടി പറയല. എന്നാലും എന്തിനേക്കാൾ നല്ലതാണ് ആത്മഹത്യ എന്ന് പറഞ്ഞ ചെറിയ കാര്യമാണോ? എപ്പോഴും എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ക്ഷമയില്ലാതെയായപ്പോ. ഇത് ക്ഷമയുടെ ഒരു ഭാഗമാണ്. അന്യ നാട്ടിൽ പോയി ഏതോ ഛത്തീസ്ഗഡിലായിട്ട് പിന്നെ അവിടെ ക്ഷമിക്കണം. പിന്നെ അവിടെ പണിയെടുത്താൽ മര്യാദക്ക് കൂലി വരൂല. എന്തുകൊണ്ട്? എല്ലാവർക്കും 1000 രൂപ കൂലിയുള്ളോടത്ത് നിനക്ക് 200 പെട്ടും. എന്ത് അന്നക്കാരെ ചോദിക്കാള്? ഈ ജോലി കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യാ? റോഹിംഗ്യക്കാരെ ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് മര്യാദക്ക് കൂലി കിട്ടൂല. ചില പണിയെടുപ്പിച്ചാൽ കൂലി കൊടുക്കൂല. കാരണം ചോദിക്കാനും പറയാൻ അവിടെ ആളില്ല. അപ്പോൾ നിനക്ക് നാട് ഛത്തീസ്ഗഡിലോ എക്സാമ്പിൾ യുപിയിലോ ചൈനയിലോ എവിടെയെങ്കിലും പോയി നാട് വിട്ടാൽ സ്വാഭാവികമായി നിനക്ക് എന്ത് വേണ്ടി വരും? പറ. അവിടെ ഒരു കല്യാണം ഉണ്ടായാൽ എന്നെ വിളിക്കൂല. നിന്റെ കല്യാണത്തിന് നിന്റെ നാട്ടിലെ കല്യാണം ഉണ്ടായിച്ച അറിയില്ല. പോകാനായിട്ട് കല്യാണത്തിന് പോയാൽ എന്നെ കഥ കഴിച്ചു ചെയ്തു. മനസ്സിലാവും? പറഞ്ഞ മനസ്സിലായില്ലേ?
അപ്പൊ നിനക്ക് അവിടെ ക്ഷമിക്കേണ്ടി വരും. ഒന്നും വേണ്ട, എല്ലാവരും കയറെടുത്താൻ തൂങ്ങി അങ്ങനെ മരിച്ചു. ഇനി അവിടെ എന്ത് വേണ്ട? ക്ഷമ വേണ്ട. പക്ഷേ നീ അള്ളാഹു നിന്റെ പക്കൽ നിന്ന് ഒഴിവായാൽ മാത്രമേ അങ്ങനെ ചിന്ത നിന്റെ മനസ്സിൽ വരൂ. നീ ക്ഷമിക്കണം. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നതും അള്ളാഹു നിന്റെ കൂടെ ഉണ്ടായത് കൊണ്ട് മാത്രമാണ്. അർത്ഥം വെക്ക്. മാവ ഇല്ല ത്വരീഖുൽ ഹസറാണ്. ഇപ്പം എന്താർത്ഥം? മാവ ഇല്ലക്ക് എന്ത് 8ാം ക്ലാസ്സിൽ പറയും മാവ ഇല്ല. എന്തിൻ്റെ അർത്ഥം ഉണ്ടാവും അതിൽ? ഹസറിൻ്റെ അർത്ഥം. എന്താ ഹസറിൻ്റെ അർത്ഥം? ക്ലിപ്താശയം. അത് തന്നെ. അപ്പൊ എന്താ അർത്ഥം? മാവ ഇല്ലാണ്. മായും ഇല്ലയും അപ്പുറം വന്നാൽ ക്ലിപ്താശയം കൊണ്ടുവരും. അപ്പൊ എന്താ അർത്ഥം? വമാ സബ്റുക ഇല്ലാ ബില്ലാഹ്. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ട് മാത്രം? അല്ലാഹു നിന്റെ കൂടെയുള്ളത് കൊണ്ട് മാത്രം. നാട്ടുകാരൊക്കെ നിന്നെ ചീത്തറിഞ്ഞു. ഒരുമ്പെട്ടവൻ, ഞങ്ങൾ പൈസ വാങ്ങി മുങ്ങാൻ ഒരുങ്ങിറക്കാൻ ഈ മുങ്ങിയതുമില്ല. എല്ലാവരും ചീത്തറിഞ്ഞു. അവിടെയൊക്കെ ഈ മുണ്ടിയില്ല. കാരണം നിനക്ക് മിണ്ടാനൊന്നുമില്ല. അവിടെ എന്ത് ചെയ്തു? ക്ഷമിച്ചു. നിനക്ക് ക്ഷമിക്കാൻ കഴിയുന്നത് ആര്? എന്തുകൊണ്ടാണ്? അള്ളാഹു നിന്റെ കൂടെയുണ്ട്. ക്ഷമിക്കണം. അപ്പൊ ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ, അവന്റെ കൂടെ ആരുണ്ട്? അല്ലാഹ്. ഇതിന് വലിയ പാഠം എന്താണ്? എന്തിനു ബേജാറാവണത്? നിങ്ങൾ പേടിക്കന്നെ വേണ്ട കുട്ടി, പേടിക്കേ വേണ്ട. ആത്മഹത്യ ചെയ്യരുത്. അല്ലാഹു തആല ആത്മഹത്യ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ. അതാ ഏറ്റവും പരമാവധി പിടിച്ചിക്കാൻ കഴിയില്ല. നാട് വിടണം. അതൊരു ഓപ്ഷനാണ്. നാട് വിടേണ്ടി വരില്ല. നീ സൂക്ഷിക്കാതെ ജീവിച്ചു. അങ്ങനെ മനുഷ്യൻ ജീവിക്കൂലേ? ഒന്ന് പറ മനുഷ്യന്മാരെ, മനുഷ്യൻ സൂക്ഷിക്കാതെ ജീവിക്കൂലേ? എന്നിട്ട് പെട്ടുപോകൂലേ? പെട്ടുപോകും, ശരിയാണ്. പക്ഷെ അവനും വേണ്ട ഒരു കയറി നിൽക്കാൻ ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോം എന്താണ്? ക്ഷമ അല്ല. എന്താ ഇനി അവിടെ എന്താണ്? ക്ഷമിക്കണം. അവിടെ ക്ഷമിക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിന്റെ കൂടെ ആരുണ്ട്? അല്ലാഹു കൂടെ ഇല്ലാത്ത ഒരാൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അവൻ കയറിക്കും, അവൻ വിഷം വാങ്ങും. എത്ര ആളുകളെ ഇപ്പൊ ഈ മുസ്ലിം സമുദായത്തിൽ ആത്മഹത്യാ നിരക്ക് വളരെ 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 കുറവായിരുന്നു. ഇപ്പോൾ കൂടി വരുന്നുണ്ട്. എന്തുകൊണ്ട്? മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ നിന്ന് ആര് നഷ്ടപ്പെട്ടു പോയി? അല്ലാഹ്. അതിന്റെ പ്രശ്നം ഒരു കാലത്ത് മുസ്ലിങ്ങൾ ആത്മഹത്യയില്ല, ഇന്ന് കയറി വരുന്നുണ്ട്. കാരണം കൂടെ ആരില്ല. എന്തു സഹിക്കും. കാരണം എന്തുകൊണ്ട്? കൂടെ ആരുണ്ട്? അല്ലാഹ്. അപ്പൊ അതൊന്നും അകപ്പെടില്ല. കടത്തിൽ അകപ്പെടലല്ല, വഷളാകൽ അകപ്പെടലല്ല. ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനാണ്, ലോകത്തെ ഏറ്റവും ഭ്രാന്തൻ എന്ന് പറഞ്ഞാൽ. ഇനി അതിൽ നിങ്ങൾ ആരെങ്കിലും ഒരു നാട്ടിൽ നിന്ന് ഭ്രാന്തെന്ന് കണ്ടവരൊക്കെ പറഞ്ഞിട്ടുണ്ടോ? പറയാം. അല്ല, നിങ്ങളെ നാടെവിടെ? വെന്നൂര്. നിങ്ങൾ വെന്നൂർക്കാരനാ? ആയിക്കോട്ടെ. എന്താ നിങ്ങളെ പേര്? വെന്നൂര് അബ്ദുറഹ്മാനാണ് ഇരിക്കുന്നത്. അബ്ദുറഹ്മാൻ, ഞങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളെ നാട്ടുകാർ വെന്നൂർക്കാർ എന്തെങ്കിലും ഓനൊരു പിരാന്തനാന്ന് പറഞ്ഞിട്ടുണ്ടോ? പറയും മനുഷ്യന്മാരെ. ഇല്ല, പറഞ്ഞിട്ടില്ലല്ലോ. എന്നെ പറ്റി പറഞ്ഞിട്ടുണ്ടോ സലാമേ? ഇല്ല. ഫൈസൽ എന്നെ പറ്റി പിരാന്താന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളെ പേരെന്താ? ശംസുദ്ദീൻ. നിങ്ങളെ പറ്റി പിരാന്തനാന്നുള്ളത് എക്കപ്പറമ്പേര് പറഞ്ഞു. എക്കപ്പറമ്പല്ല നിങ്ങളെ വീട്? കീശ്ശേരിക്കാർ നിങ്ങൾ പിരാന്തനാന്ന് പറഞ്ഞിട്ടുണ്ടോ? അബ്ദുള്ള അജി നിങ്ങളെ പറ്റി പിരാന്തെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങളെ പേരെന്താ? അബ്ദുറഹ്മാൻ. നിങ്ങളെ പറ്റി പിരാന്തൻ നിങ്ങളെ നാട്ടിൽ? നിങ്ങളെ നാടേതാ? വലിയ പേര് പറഞ്ഞിട്ടുണ്ടോ? ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാൾ കൈപൊക്കി ഇന്നെപ്പറ്റി എൻ്റെ നാട്ടുകാരൻ പിരാന്തൻ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാനുള്ള ഒരാൾ പറയും. ഈ കൂട്ടത്തിൽ ഒരാളെപ്പറ്റിയും സ്വന്തം നാട്ടുകാർ എന്നാൽ ഒരാളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അയാളാണ് മുഹമ്മദ്. അയാളാണ് മുഹമ്മദ്. എന്നിട്ട് അയാൾ ചോദിച്ചത്ര എന്താണ് വിചാരിച്ചു? അൽ അമീൻ, സർവ്വലോക വിശ്വസ്തൻ എന്ന് ഏതൊരു നാവ് കൊണ്ട് വിളിച്ചോ അതേ നാവ് പിന്നെ ഈ മനുഷ്യൻ ആയുസ് മുഴുവൻ വിളിക്കുന്നത് മജ്നൂൻ, ഭ്രാന്തൻ. ആരാ വിളിക്കുന്നത്? സ്വന്തം നാട്ടുകാർ, സ്വന്തം മൂത്താപ്പ,
സ്വന്തം മൂത്താപ്പാന്റെ മക്കൾ, സ്വന്തം കുടുംബം, സ്വന്തം അയൽവാസി എന്താ വിളിക്കണേ? മജ്നൂൻ. കാരണം വേറെ എന്ത് പേരും ഒരു മനുഷ്യൻ ക്ഷമിക്കാൻ കഴിയും, എന്ത് കഴിയില്ല? പ്രാന്തൻ, പ്രാന്ത. അവിടെ നമ്മൾ വീണു. നമ്മളെ ജനറൽ ബോഡിയിൽ എണീറ്റ് നിൽക്കുന്ന നേരത്തെ എന്ത് പറഞ്ഞാലും നമുക്ക് അവിടെ സഹിക്കാം. തമ്മാടിയല്ലേ, ഇജമ്മാടിയല്ലേ, തിരിച്ചങ്ങോട്ട് പറയാം. ഇരിക്കണവിടെ ഇരിക്ക്, അങ്ങനെ പറയാം. ഓന്റെ വർത്താനങ്ങൾ കേൾക്കുന്ന ഒരു പ്രാന്തനല്ലേ പറഞ്ഞാൽ അവിടെ ഞങ്ങൾ വീണു. അതിന്റെ മേലെ എന്താ പറയുള്ളത്? പറയട, ഈ ലോകത്ത് ഒരു മനുഷ്യനെ പറ്റി പറയാവുന്ന ഏറ്റവും മോശപ്പെട്ട വാക്കാണ് എന്ത്? പ്രാന്തൻ, പ്രാന്തൻ. ആളുടെ അനുയായികളാണ് നമ്മൾ. ആളുടെ ക്ഷമ എത്രയാ? എന്നിട്ടും ആ ഖുർആൻ അയാളോട് പറഞ്ഞ, ആ മനുഷ്യനോട് പറഞ്ഞ എന്താ? വസ്ബിർ. വസ്ബിർ എവിടെയാണ് ആയത്തുണ്ടല്ലോ മോനെ? യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്ഫ അവ യൻഖുസ് മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിലിൽ ഖുർആന ഇന്നാ സനുൽഖി അലൈക ഖൗലൻ സഖീല ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല ഇന്ന ലക ഫിൻ നഹാരി സബ്ഹൻ തവീല واذكر اسم ربك وتبتل إليه تبتيلا رب المشرق والمغرب لا إله إلا هو فاتخذه وكيلا واصبر على ما يقولون അവരെന്ത് പറഞ്ഞാലും താങ്കൾ ക്ഷമിക്കുക. واصبر على ما يقولون واهجرهم هجرا جميلا. അവരെ സുന്ദരമായി തള്ളിക്കളയുക, അവരെ സുന്ദരമായി തള്ളിക്കളയുക. ചിരിച്ചു തള്ളുക. എങ്ങനെ തള്ളുക? പോടാറല്ല. വഹ്ജുർഹും ഹജ്റൻ ജമീല. അവരെ സുന്ദരമായി തള്ളിക്കളയുക. വസ്ബിർ അലാ മാ യഖൂലൂൻ. അവരെന്ത് പറഞ്ഞാലും താങ്കൾ ക്ഷമിക്കുക. വഹ്ജുർഹും, അവരെ തള്ളിക്കളയുക. ഹജ്റൻ ജമീല, പുഞ്ചിരിച്ച്. മുഹമ്മദ് അങ്ങനെ ആരുടെ ഈ ലോകത്തുണ്ട്? നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല, എനിക്കും നിങ്ങൾക്കും. എന്ത് പറഞ്ഞോട്ടെ എനിക്കെന്താ? അതൊക്കെ അല്ലാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടാനാ. ക്ഷമിക്കാൻ കഴിയുന്നിടത്തോളം കാലം നിന്റെ കൂടെ ആരുണ്ടാവും? എപ്പോൾ ക്ഷമ അവസാനിച്ചോ അപ്പോൾ അല്ലാഹു ഉണ്ടാവില്ല. ഇതിൻ്റെ 3ാം പാർട്ടുണ്ട് അടുത്ത ക്ലാസ്. പേടിക്കന്നെ വേണ്ട, പേടിക്കണ്ട. നീ എത്ര കള്ളുടിച്ച് വീണ് പോയാലും ഈ പേടിക്കണ്ട. ഇന്നലെ രാത്രി വരെ കള്ളുടിച്ചു, ഇന്ന് ഈ ക്ലാസ്സിലേക്ക് വ്യഭിചരിച്ച വരികയാണെങ്കിലും ഈ പേടിക്കണ്ട. എന്തുകൊണ്ട്? ഇന്നല്ലാഹ യബ്സുതു യദഹു ബില്ലൈലി ലിയതൂബ മുസ്ഇഅൻ യബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസ്ഇഅൽ ലൈൽ. രാത്രി മുഴുവനും തെറ്റ് ചെയ്തവൻ പുറത്തു കൊടുക്കാൻ വേണ്ടി പകലിൽ കൈനീട്ടിയിരിക്കുന്നവനാണവൻ. യാ സുബ്ഹാനല്ലാഹ്. എന്തിനു പേടിക്കണം? ആരാണ് അല്ലാഹു? ആരാള്ളോ? അറിയാതെ അല്ലാഹുവിനെ ചിന്തിക്കാൻ കഴിയില്ല. ഇന്നല്ലാഹ യബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസ്ഇഅൽ ലൈൽ. രാത്രി മുഴുവൻ തെറ്റ് ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി പകൽ മുഴുവനും കൈനീട്ടിയിരിക്കുന്നവനാണെങ്കിൽ, അടിമകളെ മാപ്പ് ചോദിക്കി, ഞാൻ മാപ്പ് തരാലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നവന് അവൻ്റെ നരകത്തിൽ ഒരാൾ കിടക്കണമെങ്കിൽ ഓനല്ലട പോയത്തക്കാരൻ. കാരണം രാത്രി തെറ്റ് ചെയ്തവർക്ക് വേണ്ടി പകൽ മുഴുവൻ കൈനീട്ടിയിരിക്കുക. എന്തിന്? ഒന്ന് മാപ്പാക്കെന്ന് പറയട, ഞാൻ മാപ്പ് തരാനിരിക്കുകയാണ്. പകൽ മുഴുവനും തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കാൻ വേണ്ടി രാത്രി മുഴുവനും കൈനീട്ടിയിരിക്കുന്നവനാണ്. എത്ര കാലം? ഹത്താ തത്ലു അശംസു മിൻ മഗ്രിബിഹാ. പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുന്നത് വരെയും. യാ സുബ്ഹാനല്ലാഹ്. ഇത്ര പ്രതീക്ഷയുള്ള ഒരു ഹദീസ് ഞാൻ എൻ്റെ ആഴ്ച കണ്ടിട്ടില്ല. ഇതിൽ പ്രതീക്ഷ ഉണ്ടോ ഇല്ലേ? ഇതിലപ്പുറം എന്താ പ്രതീക്ഷ? എന്തിനാ പേടിക്കണം? എന്തിനാണ് പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? മനസ്സിലാവുണ്ട് പറഞ്ഞത്? അല്ലാഹു നമ്മുടെ കൂടെ ഇല്ലാതെ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. ബാക്കി അടുത്ത ക്ലാസ്. ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ.